നേപ്പാളിനെയും ഇന്ത്യയും പിടിച്ചുകുലുക്കി വീണ്ടും ഭൂചലനം. നേപ്പാളിൽ 50ഓളം പേർ മരിച്ചതായാണ് പ്രാഥമിക വിവരം. ഇന്ത്യയിൽ മാത്രം 20ഓളം പേർ മരിച്ചു. നേപ്പാളിനെ കൂടാതെ അഫ്ഗാനിസ്ഥാനിലും ഇന്തോനേഷ്യയിലുമാണ് പ്രഭവ കേന്ദ്രം. നേപ്പാളിൽ പരക്കെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഭൂചലനം ഉണ്ടായ മേഖലകളിൽ തുടർചലനങ്ങൾക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണോ? ഈ പ്രദേശത്തെ ആളുകളടക്കം ആശങ്കയിലാണോ? പുതിയ ഏതെങ്കിലും നാശനഷ്ടങ്ങളുടെയോ ജീവഹാനിയുടെയോ ഒക്കെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടോ? പ്രജീഷ്, എന്തായാലും മരണസംഖ്യ ഉയരുകയാണ്. ഉച്ചയ്ക്ക് 12:35 ഇന്ത്യയിലുണ്ടായ 6.9 റിക്ടർ സ്കെയിലുണ്ടായ ഭൂമി കുലുക്കം ഇന്ത്യയിൽ വൻ മരണത്തിന് തന്നെ വഴിതെളിച്ചിരിക്കുന്നു. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 16ഓളം ബീഹാറികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ 20 പേരിൽ ബാക്കി 4 പേരാണ് ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത്. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ. ബീഹാറിൽ പല കെട്ടിടങ്ങളും തകർന്നു വീണു. നിർമ്മാണ പ്രവർത്തനത്തിലായിരുന്ന മതിൽ തകർന്നു വീണ് ജോലിക്കാരടക്കമുള്ളവർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ 25 നേപ്പാളിൽ ഉണ്ടായ വൻ ഭൂചലനത്തിന്റെ ഭീതി നിലനിൽക്കുമ്പോഴാണ് രാജ്യത്തെ നടുക്കി വീണ്ടും ഭൂമി ഉലുകിയിരിക്കുന്നത്. ഭൗമശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത് നിലവിൽ വീണ്ടും ഭൂചലനം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ്. നേപ്പാളിലാകട്ടെ ഏകദേശം 50ഓളം പേർ ഇതുവരെ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. 2000ഓളം പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഭൂമിയുലുക്കം ഉണ്ടായ കാഠ്മണ്ഡുവിൽ നിന്ന് 83 കിലോമീറ്റർ സമീപം കൊടാരിയിലാണ് ഇപ്രാവശ്യം പ്രഭാവ കേന്ദ്രമായി കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബീഹാർ, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെല്ലാം ഭൂമികുലുക്കം ശക്തമായി അനുഭവപ്പെടുകയും ചെയ്തു. 7ഓളം തുടർ ചലനങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതേ സമയം തന്നെ അഫ്ഗാനിസ്ഥാനിലും ഇന്തോനേഷ്യയിലും ഭൂകമ്പം ഉണ്ടായി. അഫ്ഗാനിസ്ഥാനിലാട്ടെ 6.9 തീവ്രതയിലാണ് ഭൂമികുലുക്കം ഉണ്ടായത്. പക്ഷേ നേപ്പാളിലുണ്ടായ ഭൂമികുലുക്കമാണ് ഇന്ത്യയെ കാര്യമായി ബാധിച്ചത്. നേപ്പാളിലാകട്ടെ പാർലമെന്റ് സമ്മേളനം നടക്കുകയായിരുന്നു. ഭൂമികുലുക്കം ഉണ്ടായതിനെ തുടർന്ന് അംഗങ്ങളെ പാർലമെന്റിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. ഡൽഹിയിൽ വൻ കെട്ടിടങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളെ ഒഴിപ്പിച്ചു മാറ്റിയിട്ടുണ്ട്. ഡൽഹി മെട്രോയും കൽക്കട്ട മെട്രോയുടെയും പ്രവർത്തനം അല്പസമയത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു. എന്തായാലും ഭൂചലനത്തെ തുടർന്ന് രാജ്യത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സന്തോഷ് സർലിംഗ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിലും നേരിയ ഭൂചലനമുണ്ടായി. നേരത്തെ ഉണ്ടായ ഭാഗങ്ങളിൽ തന്നെ വീണ്ടും ഭൂചലനമുണ്ടായതിനാൽ നടുക്കം വിട്ടുമാറിയിട്ടില്ല പലർക്കും. ഭൂചലനത്തെ തുടർന്ന് നിരവധി പേർക്ക് തലകറക്കം അടക്കമുള്ള ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു. കടവന്ത്ര, കലൂർ, പനമ്പള്ളി നഗർ എന്നിവിടങ്ങളിലായിരുന്നു നേരിയ തോതിൽ ഭൂചലനമുണ്ടായത്. പനമ്പള്ളി നഗറിലെ സോളാർ കമ്മീഷൻ ഓഫീസിൽ PC ജോർജ് MLA മൊഴി നൽകുന്നതിനിടെയായിരുന്നു ചലനം. ഇതേ തുടർന്ന് സിറ്റിംഗ് നിർത്തിവെച്ച് ജസ്റ്റിസ് ശിവരാജൻ, PC ജോർജ്, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരെല്ലാം 8ാം നിലയിൽ നിന്ന് ഇറങ്ങിയോടി. നേരത്തെയുണ്ടായ അതേ സ്ഥലങ്ങളിൽ വീണ്ടും ഭൂചലനമുണ്ടായതിന്റെ ഭീതിയിലാണ് ജനങ്ങൾ. കസേര നല്ലോണം കുലുങ്ങണ പോലെ ഞങ്ങൾക്ക് തോന്നി. ഓഫീസിലിരിക്കുമ്പോൾ ഫോൺ ചെയ്തോണ്ടിരിക്കരുത്, എന്നാലും കുലുങ്ങി ഞങ്ങൾ ഇറങ്ങി താഴത്തേക്ക് പോന്നു. തലകറക്കമടക്കമുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതായി അനുഭവസ്ഥർ പറയുന്നു. പെട്ടെന്നൊരു ചെറിയൊരു തലകറക്കം ഉണ്ടായി. അപ്പം മുമ്പ് ഇതുപോലെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് അത് ഭൂമിയിലേക്കാണെന്ന് സംശയം. അങ്ങനെയാണ് സഹപ്രവർത്തകരോട് ചോദിച്ചു. സാറിനും ഒക്കെ അനുഭവപ്പെട്ടു എന്ന് പറയുന്നത്. പന്ന്യൻ രവീന്ദ്രൻ സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകുന്നതിനിടെയായിരുന്നു നേരത്തെ ഭൂചലനമുണ്ടായത്. തുടർന്നും സിറ്റിംഗ് അവസാനിപ്പിച്ചിരുന്നു. ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. തുടർചലന സാധ്യത കണക്കിലെടുത്ത് ഏറെ വൈകിയാണ് പലരും ഓഫീസുകളിലേക്കും വീടുകളിലേക്കും തിരിച്ചുപോയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് നാളെ മുതൽ 17 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 7 മുതൽ 13 സെന്റിമീറ്റർ വരെ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് സർക്കാരിനോട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. കേരളത്തിൽ നാളെ മുതൽ 5 ദിവസം ശക്തവും അതിശക്തവുമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. തെക്ക് നിന്നും വടക്കൻ ജില്ലകളിലേക്കാകും മഴ വ്യാപിക്കുക. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ 7 സെന്റിമീറ്ററിൽ കൂടുതൽ രേഖപ്പെടുത്തുന്ന ശക്തമായ മഴയ്ക്കും 13 സെന്റിൽ കൂടുതൽ രേഖപ്പെടുത്തുന്ന അതിശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ K. സന്തോഷ് പറഞ്ഞു. 3-4 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാറ്റും ശക്തമായിട്ട് വീശാനുള്ള സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം രൂപം കൊള്ളുന്ന സമയത്ത് കാറ്റ് ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. മുന്നറിയിപ്പ് ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. കാറ്റിന്റെ തീവ്രതയും ശക്തിപ്പെടുമെന്ന് മുന്നറിയിപ്പുണ്ട്. കന്യാകുമാരി ഭാഗത്ത് രൂപപ്പെട്ട അന്തരീക്ഷ ചുഴിയുടെ ഭാഗമായാണിത്. ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപ് ഭാഗത്ത് ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതേ തുടർന്ന് ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് സർക്കാരിനോട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി.
ഇത്തവണ കേരളത്തിൽ വേനൽ മഴ 53% അധികം ലഭിച്ചത്. എല്ലാ ജില്ലകളിലും അധികം മഴ ഇത്തവണ ലഭിച്ചു. വാർഷിക മഴയിലും 4% വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ TV എക്സ്ക്ലൂസീവ് ബാർ കോഴക്കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം മാണിയുടെ ടൂർ ഡയറി ആവശ്യപ്പെട്ടു. 2014 മാർച്ച് 22, 29, ഏപ്രിൽ 2 തീയതികളിലെ യാത്രാ വിവരങ്ങളാണ് വിജിലൻസ് ആവശ്യപ്പെട്ടത്. മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സും വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാർ കോഴക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക വിജിലൻസ് സംഘമാണ് KM മാണിയുടെ ടൂർ ഡയറി ആവശ്യപ്പെട്ടത്. ബാർ ഉടമകളായ സാജു ഡൊമിനിക്, അംബാസഡർ തങ്കച്ചൻ, ജോൺ ഗല്ലാട്ട് എന്നിവർ മന്ത്രിയുടെ പാലയിലെ വസതിയിൽ വെച്ച് 2 ദിവസങ്ങളിലായി 65 ലക്ഷം രൂപ കൈമാറിയെന്നും ബാക്കി 35 ലക്ഷം രൂപ ഏപ്രിൽ 2 രാജ്കുമാർ ഉണ്ണി, അമ്പിളി എന്നിവർ ചേർന്ന് KM മാണിക്ക് കൈമാറിയെന്നുമാണ് ബിജു രമേശിൻ്റെ ആരോപണം. ഇതിൻ്റെ സാധുത പരിശോധിക്കുന്നതിനും ഇതേ ദിവസങ്ങളിൽ മന്ത്രി പാലയിലെയും തിരുവനന്തപുരത്തെയും വസതികൾ ഉണ്ടായിരുന്നോ എന്നറിയുന്നതിനുമാണ് മന്ത്രിയുടെ യാത്രാ വിവരങ്ങളടങ്ങിയ ടൂർ ഡയറി വിജിലൻസ് ആവശ്യപ്പെട്ടത്. ഒപ്പം മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സും വിജിലൻസ് ശേഖരിക്കും. 2014 മാർച്ച് 26 മന്ത്രിസഭാ യോഗത്തിൽ 418 ബാറുകളുടെ ക്ലാസിഫിക്കേഷൻ പദവി നൽകുന്നതിനിടെ നടന്ന ചർച്ചയിലാണ് ഇതിൻ്റെ നിയമവശം പരിശോധിക്കണമെന്ന് KM മാണി ആവശ്യപ്പെട്ടത്. മന്ത്രിസഭാ യോഗത്തിൽ KM മാണി ഇങ്ങനെ പറഞ്ഞുവോ എന്നറിയുന്നതിനാണ് മാർച്ച് 26 മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സും ക്യാബിനറ്റ് നോട്ടും ആവശ്യപ്പെടാൻ വിജിലൻസ് തീരുമാനിച്ചത്. 2014 മാർച്ച് 22 15 ലക്ഷവും മാർച്ച് 29 50 ലക്ഷവും പാലയിലെ വസതിയിൽ വെച്ച് കൊടുത്തുവെന്നും 3-ാം ഗഡുവായ 35 ലക്ഷം തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് കൈമാറിയെന്നുമായിരുന്നു ബിജു രമേശിൻ്റെ ആരോപണം. ബാർ കോഴക്കേസിൽ വിജിലൻസിൻ്റെ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ടൂർ ഡയറിയും മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സും ആവശ്യപ്പെടാൻ വിജിലൻസ് തീരുമാനിച്ചത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മാണിയുടെ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങി. UDF മധ്യമേഖലാ ജാഥകൾ മാറ്റിവെച്ച മധ്യമേഖലാ ജാഥ 27 നടക്കും. യോഗത്തിൽ വീരേന്ദ്രകുമാർ പങ്കെടുത്തില്ല. ജാഥയുടെ തീയതിയിൽ മാത്രമേ മാറ്റമുള്ളൂ, ബാക്കിയെല്ലാം തീരുമാനിച്ചതുപോലെ നടക്കുമെന്നും കൺവീനർ PP തങ്കച്ചൻ വ്യക്തമാക്കി. ഘടകകക്ഷികളുടെ അനാവശ്യ പിടിവാശിക്ക് വഴങ്ങേണ്ടെന്ന KPCC തീരുമാനം മാണിയുടെ കടുംപിടുത്തത്തിന് മുന്നിൽ തട്ടിത്തകർന്നു. മാണിയുടെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കി UDF മധ്യമേഖലാ ജാഥ മെയ് 27 മാറ്റിവെച്ചു. മുഴുവൻ ജാഥകളും മാറ്റണമെന്ന മാണിയുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിലും ജാഥ മാറ്റിയതിൽ UDF നേതാക്കൾക്ക് അമർഷമുണ്ട്. UDF യോഗത്തിനു മുമ്പ് പതിവില്ലാതെ നേതാക്കൾ KPCCയിൽ ഒന്ന് ഒത്തുകൂടി. യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ നേതാക്കളുടെ മുഖത്ത് കാണാമായിരുന്നു വിട്ടുവീഴ്ചയുടെ വല്ലാത്ത പിരിമുറുക്കം. UDF യോഗത്തിൽ ജാഥ മാറ്റിവെക്കാം, പക്ഷേ പുതുക്കിയ തീയതി KM മാണി തന്നെ നിശ്ചയിച്ചു തരണമെന്ന് കോൺഗ്രസ് ഉപാധി വെച്ചു. മെയ് 22, 23 എന്നീ തീയതികൾ പറഞ്ഞെങ്കിലും സമവായമുണ്ടായില്ല. തുടർന്ന് യോഗത്തിലെ മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ ജോയ് എബ്രഹാം വിദേശത്തായ KM മാണിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്ന് മധ്യമേഖലാ ജാഥ മെയ് 27 നടത്താൻ തീരുമാനിച്ച് യോഗം പിരിഞ്ഞു. KM മാണിയുടെ വ്യക്തിപരമായ അസൗകര്യം നിമിത്തമാണ് ജാഥ മാറ്റിയതെന്ന് കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ്, ഒരു സീനിയർ നേതാവ് വ്യക്തിപരമായിട്ട് അസൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 2-3 ദിവസം മാറ്റി കഴിയുമ്പോൾ ഞങ്ങൾക്ക് അസൗകര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി വന്ന പരിപാടി 25, 26 അസൗകര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഈ 27-ാം തീയതി എന്നുള്ളത് സമ്മതിക്കേണ്ടി വന്നത്. KM മാണിയുടെ സൗകര്യം പരിഗണിച്ചാണല്ലോ നേരത്തെ മധ്യമേഖലാ ജാഥയുടെ ഉദ്ഘാടനം തീരുമാനിച്ചത്. എന്നാൽ അന്ന് പറയാത്ത എന്ത് അസൗകര്യമാണ് മാണി ഇപ്പോൾ പറയുന്നതെന്ന ചോദ്യത്തിന് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു PP തങ്കച്ചൻ്റെ പ്രതികരണം. ഈ ഒരാഴ്ച മാറ്റി വെക്കുന്നതോടെ മാണി സാറിന് എല്ലാ പ്രശ്നങ്ങളും തീരുള്ളൂ. ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് CF തോമസിനെ മാറ്റിയതായും പുതിയ ക്യാപ്റ്റനെ പിന്നീട് തീരുമാനിക്കുമെന്നും കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോയ് എബ്രഹാം പറഞ്ഞു. ജാഥയുടെ ക്യാപ്റ്റൻ CF തോമസ് നേരത്തെ തീരുമാനിച്ചിരുന്നു. തോമസ് സാറിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ തോമസ് സാറിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി പുതിയ ആളെ ഞങ്ങൾ നിർദ്ദേശിക്കും. ജാഥ പ്രയാണം 9 ദിവസത്തേക്ക് മാറ്റിവെപ്പിച്ചു എന്ന് KM മാണിക്കും വെല്ലുവിളിക്ക് പൂർണ്ണമായി വഴങ്ങിയിട്ടില്ലെന്ന് കോൺഗ്രസിനും ആശ്വസിക്കാം. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ഒറ്റമൂലിയായിട്ടാണ് ജാഥയെ UDF കണ്ടത്. എന്നാൽ ആ ഒറ്റമൂലി തന്നെ പ്രതിപ്രവർത്തനം നടത്തുന്നു എന്ന വൈരുദ്ധ്യത്തിനും രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. UDF പിരിച്ചുവിടണമെന്ന് PC ജോർജ്. ഒരു ജാഥ നടത്താൻ പോലും കെട്ടുറപ്പില്ലാത്ത മുന്നണിക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്ന് PC ജോർജ് ചോദിച്ചു. 2 മാസം കൊണ്ട് കേരളത്തിൽ മുന്നണികൾ മാറിമറിയുമെന്നും PC ജോർജ് പറഞ്ഞു. ജാഥ 4 പറഞ്ഞിട്ട് ജാഥ ഇപ്പം 3 ആയി. മാനാഭിമാനം ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് രാജിവെച്ച് പിരിയണം. അതാണ് ശരി. ഇന്നത്തെ UDF യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ അസ്വാഭാവികതയില്ലെന്ന് MP വീരേന്ദ്രകുമാർ. മേഖലാ യോഗം മാത്രം അജണ്ടയിൽ ഉള്ളതുകൊണ്ടാണ് UDF യോഗത്തിൽ പങ്കെടുക്കാത്തതെന്നും വീരേന്ദ്രകുമാർ പ്രതികരിച്ചു. ഞാൻ ഇന്നലെ തങ്കച്ചനുമായിട്ട് സംസാരിച്ചു, സുധീരനുമായിട്ട് സംസാരിച്ചു, രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചു. മുഖ്യമന്ത്രിയോട് വിവരം പറയാൻ പറഞ്ഞു. അദ്ദേഹം ഇന്നലെ ജനസമ്പർക്ക പരിപാടിയിലായിരുന്നു. അവർ പറഞ്ഞു ഒരു അജണ്ട മാത്രമേ ഉള്ളൂ,
മാണി മേഖലാജാഥ 2 ദിവസം മാറ്റിവെക്കണം പറഞ്ഞിരുന്നു. ആ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വർഗീസ് ജോർജ് പങ്കെടുക്കും. അങ്ങനെ സംസാരിച്ച് അവസാനിപ്പിച്ച കാര്യമാണ്. അതിലെന്താ? 2 ദിവസത്തെ CPM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, MA ബേബി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സംഘടനാ ചുമതല സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കും. സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികളും യോഗം ചർച്ച ചെയ്യും. IG കോപ്പിയടിച്ച സംഭവത്തിൽ IGയെ വെള്ളപൂശി ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. IG കോപ്പിയടിച്ചിട്ടില്ലെന്ന് ADGP ശങ്കർ റെഡ്ഡി റിപ്പോർട്ട് നൽകി. കോപ്പിയടിക്കാൻ ഉപയോഗിച്ച തുണ്ട് പേപ്പർ കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ റേഞ്ച് IG TJ ജോസിനെ കോപ്പിയടിക്കുന്നതിനിടെ പിടികൂടിയ സംഭവത്തിൽ ADGP ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. IGയെ വെള്ളപൂശുന്നതാണ് ആഭ്യന്തര വകുപ്പ് നടത്തിയ അന്വേഷണം. IG തുണ്ടുകടലാസ് നോക്കി കോപ്പിയടിക്കുന്നത് കണ്ടെന്ന് ഇൻവിജിലേറ്റർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ തുണ്ടുകടലാസ് കണ്ടെത്താൻ ഇൻവിജിലേറ്റർക്കായില്ലെന്ന് ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 5 പേപ്പറുകളിൽ IG ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ തെറ്റുകളുണ്ടെന്നും കോപ്പിയടിച്ചിരുന്നുവെങ്കിൽ തെറ്റുണ്ടാകുമായിരുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഉത്തരക്കടലാസ് നിയമവിദഗ്ധരെ കാട്ടിയപ്പോൾ പുസ്തകത്തിൽ നിന്ന് അതേപടി പകർത്തി എഴുതിയതല്ല IGയുടെ ഉത്തരങ്ങളെന്നായിരുന്നു വിലയിരുത്തൽ. ADGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കും. അതേസമയം IG കോപ്പിയടിച്ചുവെന്ന മൊഴിയിൽ ഇൻവിജിലേറ്റർ ഉറച്ചു നിൽക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് MG സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ IG കോപ്പിയടിച്ചതായി തെളിഞ്ഞിരുന്നു. 25-ന് IGയെ സർവകലാശാലയിൽ വിളിച്ചുവരുത്തി മൊഴിയെടുക്കാൻ ഇന്നു ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ LLM പരീക്ഷ എഴുതുമ്പോഴാണ് IG കോപ്പിയടിച്ചതായി ആരോപണമുയർന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് നൽകിയ ഹർജി വേനലവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി. അവധിക്കാല ബെഞ്ചിന് ഹർജി പരിഗണിക്കാനാകില്ലെന്നും വേനലവധിക്ക് ശേഷം ഇത് പരിഗണിക്കാമെന്നും HL ദത്തു അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കേരളം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിനായി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് തമിഴ്നാട് ഹർജി നൽകിയത്. കേരളം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിനായി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സുപ്രീം കോടതിയിൽ നേരത്തെ ഹർജി നൽകിയിരുന്നു. ഇത് അടിയന്തരമായി എത്രയും പെട്ടെന്ന് പരിഗണിക്കണമെന്ന് കാണിച്ച് തമിഴ്നാട് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് HL ദത്തു അധ്യക്ഷനായ ബെഞ്ച് തമിഴ്നാടിന്റെ ഈ ആവശ്യം തള്ളുകയായിരുന്നു. അതേസമയം തമിഴ്നാട് നേരത്തെ നൽകിയ ഹർജി വേനലവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. നിലവിൽ കേരള സർക്കാർ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിനായുള്ള പാരിസ്ഥിതികാഘാത പഠനം നടത്തുന്നുണ്ട്. തമിഴ്നാട് നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചിരുന്നെങ്കിൽ കേരളം ചിലപ്പോൾ പ്രതിസന്ധിയിലാകുമായിരുന്നു. അതേസമയം വേനലവധി കഴിഞ്ഞ് കോടതി വീണ്ടും ചേരുമ്പോഴേക്കും കേരളത്തിന് പാരിസ്ഥിതികാഘാത പഠനം പൂർത്തിയാക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേസ് മുഖ്യപ്രതി സരിത എസ് നായർ മുഖ്യമന്ത്രിക്ക് 30 ലക്ഷം രൂപ നൽകിയെന്ന് PC ജോർജ് MLA. സോളാർ പദ്ധതിയുടെ വിഹിതമായി ക്ലിഫ് ഹൗസിലെത്തിയാണ് പണം നൽകിയതെന്നും ജോർജ് സോളാർ കമ്മീഷന് മുൻപാകെ മൊഴി നൽകി. സോളാർ പദ്ധതിയുടെ വിഹിതമായുള്ള 30 ലക്ഷം രൂപ സരിത എസ് നായർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയെന്നും ഇത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ചായിരുന്നുവെന്നുമാണ് PC ജോർജ് സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയത്. മന്ത്രി അടൂർ പ്രകാശും പണം വാങ്ങിയിട്ടുണ്ടെന്നും സരിതയുടെ വിവാദക്കത്തിൽ 5 യുവ MLA-മാരുടെ പേരുണ്ടെന്നും മൊഴി നൽകിയതായി PC ജോർജ് പ്രതികരിച്ചു. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അടുത്ത സിറ്റിംഗിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പല കേസുകളും അവർ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. എവിടെ നീ പണം? എനിക്കതിനെ തെളിവുണ്ട്. പണം കൊടുത്ത് വേറൊരു ഞാൻ പേര് പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു 30 ലക്ഷം രൂപ കൊടുത്തെന്നാണ് പറഞ്ഞത്. ഈ സൗരോർജ്ജ ഇടപാടിൽ ഉള്ള അവർക്ക് ലഭിച്ച പണത്തിൻ്റെ ഒരു വിഹിതമാണ്. ഇത് രണ്ടാം തവണയാണ് PC ജോർജ് സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകുന്നത്. നേരത്തെ മജിസ്ട്രേറ്റും നിയമ സെക്രട്ടറിയും AGയും ചേർന്ന് സരിതയുടെ മൊഴി അട്ടിമറിച്ചുവെന്ന് ജോർജ് മൊഴി നൽകിയിരുന്നു. കേസിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്ന ജോർജിന്റെ ആവശ്യം 18-ന് നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിച്ചേക്കും. കൊച്ചിയിലുണ്ടായ നേരിയ ഭൂചലനത്തെ തുടർന്ന് സിറ്റിംഗ് പാതിവഴിയിൽ നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ.